ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ മഹാബലിപുരം എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇന്ന് പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. ഇത് കുഞ്ചു കുറച്ചുകൂടെ എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു ഇന്ന് പോകുന്ന സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ. അതെ, നമ്മൾ പോകുന്നത് ഒരു സൂവിലേക്കാണ്. അരിഗ്നർ അണ്ണ സുവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ വണ്ടലൂർ മൃഗശാല എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ചെന്നൈയിൽ നിന്നും ഏകദേശം 31 കിലോമീറ്ററാണ് ഈ സൂവിലേക്കുള്ളത്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. സൂവിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 9 AM to 5 PM ആണ്. ട്യൂസ്ഡേ ഹോളിഡേ ആണ് കേട്ടോ. ഇപ്പോൾ 2 വീലറിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ 40 rupees പേ ചെയ്യണം. കാർ ഓർ ജീപ്പ് ആണെന്നുണ്ടെങ്കിൽ 150 rupees ആണ് ചാർജ്. ഇവിടെ എൻട്രി ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 150 rupees ആണ്. ചെറിയ കുട്ടികളെ ബിലോ 5 years ആണെന്നുണ്ടെങ്കിൽ ടിക്കറ്റിന് ചാർജസ് ഇല്ല. ഈ സൂ ലൊക്കേറ്റ് ചെയ്യുന്നത് ഗ്രാൻഡ് സദേൺ ട്രങ്ക് റോഡ്, വണ്ടലൂർ. പിന്നെ ക്യാമറയ്ക്കും ചാർജസ് വരുന്നുണ്ട്. ഹാൻഡി ക്യാമറയാണെന്നുണ്ടെങ്കിൽ 350 rupeesഉം വീഡിയോ ക്യാമറയാണെന്നുണ്ടെങ്കിൽ 750 rupeesഉം ആണ്. ഇത് ഫ്രണ്ടിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. നല്ലൊരു സെൽഫി പോയിൻ്റ് ആണത്. അപ്പോൾ നമുക്ക് വേഗം ഉള്ളിലേക്ക് പോയി നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അനിമൽസിനെയൊക്കെ ഒന്ന് കാണാം. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് സൂ ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. 1855 സ്റ്റാർട്ട് ചെയ്ത സൂ ഇന്ത്യയിലെ ആദ്യ പൊതു മൃഗശാലയാണ്. 1490 ഏക്കറിലാണ് ഈ സൂ സ്ഥിതി ചെയ്യുന്നത്. 2012 കണക്ക് പ്രകാരം വംശനാശ ഭീഷണി നേരിടുന്ന 46 ജന്തുഗുണം ഉൾപ്പെടെ 1500 പരം ഗണത്തിൽപ്പെട്ട ജന്തുക്കൾ ഇവിടെയുണ്ട്. വിശാലമായ സ്ഥലമായതുകൊണ്ട് തന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറെ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. ഇലക്ട്രിക് സൈക്കിൾ അവൈലബിൾ ആണ്, അതുപോലെ അഡൾട്ട് ബൈസൈക്കിൾ അവൈലബിൾ ആണ്, ബാറ്ററി കാർസ് ഉണ്ട്. ഇലക്ട്രിക് സൈക്കിളിന് 90 രൂപയാണ് ചാർജ് വരുന്നത്, അഡൾട്ട് ബൈസൈക്കിളിന് 30 രൂപയും. അപ്പം നമ്മൾ ആദ്യം തന്നെ പോകാൻ പോകുന്നത് ലയൺ ആൻഡ് ഡീർ സഫാരിക്കാണ് കേട്ടോ. ഇതാണ് നമ്മളെ കൊണ്ടുപോകാനുള്ള ബസ് വരുന്ന സ്ഥലം. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അഡൽട്ടിന് 150 rupees ആണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. ബിലോ 5 ആണെന്നുണ്ടെങ്കിൽ ചാർജസ് ഇല്ല. അപ്പോൾ കുഞ്ചുവിന് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ ബിലോ 5 years ആണെന്നുണ്ടെങ്കിൽ മടിയിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റിംഗ് ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ളൊരു സ്പേസും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം ഇത്രയും ആൾക്കാരുണ്ട് കയറാൻ. അങ്ങനെ ഒരു 10 minutes കഴിഞ്ഞപ്പോൾ നമ്മുടെ ബസ് എത്തി. വേഗം ചാടി കയറി ഫ്രണ്ടിലെ സീറ്റ് തന്നെ കിട്ടിട്ടോ. ഓക്കെ, വരൂ പോവാം. നമ്മൾ ആദ്യം ഒരു ഡീറിനെ സ്പോട്ട് ചെയ്തു കേട്ടോ. കുറേ അധികം ഡീറുണ്ട്. ലയൺ. ബസ് ലയണിൻ്റെ കൂട്ടിൻ്റെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മരത്തിന് താഴെ കണ്ടില്ലേ ഒരു ലയൺ, ആ ലയണും കൂടെ നമ്മുടെ ബസ്സിന് അടുത്തോട്ട് വന്നു. ഇപ്പോൾ ഈ 2 ലയണും കൂടെ ഭയങ്കര അടികൂടലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവർ അടികൂടൽ നിർത്തി. അപ്പോൾ ഞങ്ങൾ ബസ് ഡ്രൈവറെ കൊണ്ട് റിക്വസ്റ്റ് ചെയ്ത് കുറച്ച് നേരം കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിരുന്നു. ഇവരിനി വീണ്ടും അടികൂടുമെന്ന് അറിയില്ലല്ലോ. അപ്പം എങ്ങാനും വീഡിയോയിൽ കിട്ടിയാൽ നന്നായല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ പൊരിഞ്ഞടി. ആ ഗ്ലാസ്സൊക്കെ ഭയങ്കരമായിട്ട് ഷെയ്ക്കിയായിരുന്നു. ഞാൻ കുറേ സൂവിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ലയൺസിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ 2 ലയൺസ് എന്ന് അടികൂടുന്നത് ഇത് ആദ്യമായിട്ടാണ് കാണണം കേട്ടോ. നിങ്ങൾ ആരെന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
മരത്തിൽ കാണുന്ന കേട്ടോ ലൈൻ ടെയിൽ മക്കാക്ക്. നെക്സ്റ്റ് നമ്മൾ കണ്ടത് ചിമ്പൻസിയാണ് കേട്ടോ. ഒരു അച്ഛനും ഒരു അമ്മയും ഒരു കുട്ടി അടങ്ങുന്ന ഒരു ചിമ്പൻസി കുടുംബം. പിന്നെ നമ്മൾ പീ ഫൗളിനെ കണ്ടു. The blue and yellow macaw. പിന്നെ നമ്മൾ കണ്ടത് പുള്ളിമാനാണ് കേട്ടോ, സ്പോട്ടഡ് ഡെയർ. നെക്സ്റ്റ് നമ്മൾ കണ്ടത് ഗോർ അല്ലെങ്കിൽ ഇന്ത്യൻ ബൈസൺ. കുറേ ഉണ്ട് കേട്ടോ. നല്ല വിശാലമായ ഗ്രൗണ്ടാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ബംഗാൾ ടൈഗറിൻ്റെ അടുത്തേക്കാണ് പോയത്. ഇത് കുറച്ച് ദൂരെയാണ് ആൾ കിടക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടത് കരടിയാണ് കേട്ടോ. ദൂരെ കരടി നിൽക്കുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലവും അതുമായിട്ട് കുറേ ദൂരം ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ലെപ്പേർഡിനെ കണ്ടു കേട്ടോ. ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പെലിക്കൻസ് ആണുള്ളത്. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ. പിന്നെ നമ്മൾ ടേർട്ടിലിനെ കണ്ടു. പിന്നെ കണ്ടത് ക്രൊക്കഡൈലിനെ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോയത് സ്നേക്ക് സെക്ഷനിലേക്കാണ്.
ഇഗ്വാനയൊക്കെ കണ്ടിറങ്ങിയപ്പോൾ തൊട്ട് മുന്നിൽ കണ്ടത് ഇതാണ് കിങ് കോബ്ര ഹൗസ്. കിങ് കോബ്രയ്ക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹൗസ് നിർമ്മിച്ചിരിക്കുകയാണ്. ഇനി വരുന്നത് ക്രൊക്കഡൈൽ സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഉള്ളത് ഫുൾ പിഗാണ് കേട്ടോ. ഇവിടെ കാണാൻ സാധിക്കുന്നത് ഹിപ്പോപ്പൊട്ടാമസിനെയാണ്. കുറെ ദൂരെ ഓസ്ട്രിച്ചിനെയും കണ്ടു. ഇനി ജിറാഫിൻ്റെ അടുത്തേക്കാണ്. ജിറാഫിനെയും കണ്ടു കഴിഞ്ഞ് നേരെ അക്വേറിയത്തിലേക്ക്. സൂ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി ഞങ്ങളൊരു ബിരിയാണി കഴിച്ചിട്ടേ വീട്ടിൽ പോകുന്നുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ലൈക്ക്, ഷെയർ, കമൻറ്റ്. ബൈ.